ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 4 ചേരുവകളുടെ മാന്ത്രിക രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ ചിക്കനിലൊക്കെ ഒരുപാട് ചേരുവകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചതാണ്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ. എരിവിന് ആവശ്യമായിട്ട് നമ്മൾ വറ്റൽമുളക് മാത്രമാണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് 250 ഗ്രാം ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടികല്ലിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒത്തിരി പേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ 1 കിലോ ചിക്കൻ എടുക്കുമ്പോൾ 250 ഗ്രാം ചെറിയുള്ളി എടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഇതിലോട്ട് കൂടുതൽ ചേരുവകളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചെറിയുള്ളി നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ലെഗ് പീസ് മാത്രമാണ് അങ്ങനെ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വഴറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളിയിലേക്കും വറ്റൽമുളകും ഉണ്ടല്ലോ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ വേണം അത് വേവിക്കാൻ. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് വെള്ളമൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ചിക്കനൊക്കെ ഒരുവിധം ഇവിടെ നല്ല പോലെ കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളി വേണമെന്നുള്ളവർക്ക് അതിൽ കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വെള്ളമൊന്നുമില്ലാതെ ഡ്രൈ ആക്കിയിട്ടാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് റോസ്റ്റ് പരുവത്തിലാണ് ആക്കിയെടുക്കുന്നത്. ചിക്കൻ വരട്ടാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്, കറി ആയിട്ടൊന്നും അല്ല. ഇങ്ങനെ ചെയ്താലാണ് നമുക്കത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 4 ചേരുവകളുടെ മാന്ത്രിക രുചിയിലുണ്ടാക്കുന്ന ഒരു അടിപൊളി ചിക്കൻ പരട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.